മതനിരപേക്ഷതയുടെ വിളനിലമായി കേരളം നിലനിൽക്കുന്നത് വർഗീയ ശക്തികളെ കർശനമായി നേരിട്ടതുകൊണ്ടാണെന്നും നുണയിലൂടെ അപകീർത്തിപ്പെടുത്താനാണ് UDF ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF തിരൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. LDFനെ RSS ബന്ധം ആരോപിച്ച് വ്യാജപ്രചരണം നടത്തുകയാണ് UDFും മറ്റും. ഇതിന് ഒരു കൂട്ടം മാധ്യമങ്ങളും കൂടെ ചേരുന്നു. RSSന്റെ കൊലക്കത്തിക്ക് ഇരയായവരാണ് CPMും ഇടതുപക്ഷവും. നാട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് വർഗീയ ശക്തികളെ നേരിട്ടതെന്നും RSS ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയത് കോൺഗ്രസ്കാരുടെ പണിയാണെന്നും സംഘപരിവാർ വർഗീയതയ്ക്കെതിരെയും ന്യൂനപക്ഷ സംരക്ഷണത്തിലും ഉറച്ച നിലപാടാണ് LDFന്റേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ വിഷയം ഉയർന്നു വന്നപ്പോൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഒരൊറ്റ കോൺഗ്രസ് സർക്കാർ പോലും ഇതിനെതിരെ മറ്റു നീക്കങ്ങൾ നടത്തിയില്ല. നടപ്പാക്കില്ലെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ കേരളം നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നുവെന്നും ഇത് പൗരന്റെ അടിസ്ഥാന രേഖയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിയിലൂടെ BJPയുടെ വർഗീയ അജണ്ട, അതിന്റെ ഭാഗമായി വന്ന നിയമം, ആ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾ ഇവിടെ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഏത് സർക്കാർ? ഏതാ നാട്? നമ്മുടെ നാടല്ലേ, LDF സർക്കാരല്ലേ അത് പ്രഖ്യാപിച്ചത്. രാജ്യത്ത് കോൺഗ്രസിന് കുറെ സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ സംസ്ഥാനങ്ങളിൽ. എവിടെയെങ്കിലും പ്രഖ്യാപിച്ചോ? എവിടെയെങ്കിലും അതിനെതിരെയുള്ള മറ്റു നീക്കങ്ങളുണ്ടായോ? ഇവിടെ വലിയ തോതിൽ ജനങ്ങളെ പ്രതിഷേധിച്ചില്ലേ? അന്ന് ജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഒരു നിയമം രാജ്യത്ത് പാസാക്കിയാൽ അത് നടപ്പാക്കില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ പറഞ്ഞു, ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. തിരൂർ സെൻട്രൽ ജംഗ്ഷൻ ഗ്രൗണ്ടിൽ നടന്ന റാലിയിൽ TJ രാജേഷ് അധ്യക്ഷനായി. തിരൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാൻ, താനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി T മുഹമ്മദ് ഷമീർ എന്നിവർ സംസാരിച്ചു. T ഷാജി സ്വാഗതം പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി VP അനിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E ജയൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, ഗഫൂർ P ലിലീസ്, LDF ഭാരവാഹികളായ CM മൊയ്തീൻകുട്ടി, പാപ്പുറത്ത് കുഞ്ഞുട്ടി, രാജ് K ചാക്കോ, VP കാസിം ബാവ, PH ഫൈസൽ, നാസർ കൊട്ടാരത്തിൽ, E അലവിക്കുട്ടി, KP മുസ്തഫ, VK യൂസഫ്, അഡ്വക്കേറ്റ് വിക്രം കുമാർ എന്നിവർ സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ് തിരൂർ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോൾ റെഡിയാവാനാ? മരുഭൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.